അല്ലാ. എല്ലാവരുടെ മുറാദും നീ ഹാസിലാക്കണേ നാഥാ, നീ ഹാസിലാക്കണേ അല്ലാ, നീ ഹാസിലാക്കണേ അല്ലാ. ഈ ദിവസത്തിന് വലിയ വിജാപത്തുള്ള ദിവസമല്ലേ അല്ലാഹുവേ. ഞങ്ങളെ നോമ്പുകാരാണ് റബ്ബേ, ഞങ്ങളെ നോമ്പുകാരാണ് അല്ലാ. ഇന്നത്തെ ദിവസം വലിയ ശ്രേഷ്ഠതയുള്ള ദിവസമാണ് അല്ലാഹുവേ. ഇന്നത്തെ ദിവസം കുടുംബത്തിൽ വിശാലത ചെയ്യേണ്ട ദിവസമാണ് ഉസ്താദേ. ഞങ്ങൾ കുടുംബക്കാർ എല്ലാവരും ഒരുമിച്ചുകൂടി ഇന്ന് നോമ്പ് തുറന്ന ഭക്ഷണം കഴിക്കാൻ പോവുക. എത്ര കുടുംബങ്ങളാ സന്തോഷം അറിയിച്ചതെന്നറിയോ? ഓർത്തു വെക്കുക, മുഹറം 10 കുടുംബത്തെ സൽക്കരിക്കുന്നതാരാ? മുഹറം 10 നല്ല ഭക്ഷണം നൽകുന്നതാരാ? മുഹറം 10 നല്ല വസ്ത്രം നൽകുന്നതാരാ? മുഹറം 10 കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നതാരാ? പൊന്നുമോളെ ചെറുപ്പക്കാരാ, ആ വർഷത്തിലുള്ള നിങ്ങളെ എവിടെയും കുഴപ്പമില്ല, എവിടെയും വല്ല തളർത്തില്ല, എവിടെയും വല്ല പരാജയപ്പെടില്ല. ഒരു ഭക്ഷണത്തിന് പോലും നിങ്ങളെ പടച്ചുറപ്പെടാൻ കഷ്ടപ്പെടുത്തില്ല. അത് കാരണം വല്ല ബറക്കത്ത് വാരിക്കോരുവരെ. എത്ര ചരിത്രങ്ങൾ നമ്മുടെ മുന്നിൽ കഴിഞ്ഞുപോയി പ്രിയപ്പെട്ടവരെ, എത്ര ചരിത്രങ്ങൾ നമ്മുടെ മുന്നിൽ കഴിഞ്ഞുപോയി പ്രിയപ്പെട്ടവരെ. ഈ ദിവസം ഏതാണെന്നറിയോ നിങ്ങൾക്ക്? പരിശുദ്ധമായ മുഹറമല്ലേ. ഈ മുഹറത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാ? ഹബീബായ മുത്തു റസൂൽ സുന്നാനി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. പരിശുദ്ധമായ മുഹറം 10 സഹാബ, അല്ലാഹു ഒരുപാട് നിഅമത്തുകൾ ഈ ലോകത്ത് ചൊരിഞ്ഞ ദിവസമാണ് സഹാബ. പടച്ചതമ്പുരാൻ ഒരുപാട് നിഅമത്തുകൾ ഈ ലോകത്ത് ചൊരിഞ്ഞ ദിവസമാണ് അശൂറാഹിന്റെ ദിവസം. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് ആ ദിവസം നോമ്പെടുക്കൽ വലിയ സുന്നത്താണ്. കാരണം മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഹറം 9 10 നോമ്പെടുക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാ. അല്ലാഹുവിന്റെ ഹബീബിനെ മോള് പറഞ്ഞതാ. മഹാനായ സയ്യിദനാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ എല്ലാ പ്രവാചകന്മാർക്ക്, ഒരുപാട് പ്രവാചകന്മാർക്ക് അല്ലാഹു ഒരുപാട് അത്ഭുതങ്ങൾ കവിഞ്ഞു നൽകിയ ദിവസമാണ് പരിശുദ്ധമായ മുഹറം 10. മറക്കരുത്. പവിത്രമായ സ്വർഗത്തെ അല്ലാഹു പടച്ചത് മുഹറം 10. നരകത്തെ അല്ലാഹു പടച്ചത് മുഹറം 10. അർശിനെ അല്ലാഹു പടച്ചത് മുഹറം 10. കലമിനെ അല്ലാഹു പടച്ചത് മുഹറം 10. ലൗഹുൽ മഹ്ഫൂദിനെ അല്ലാഹു പടക്കപ്പെട്ടത് മുഹറം 10. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് കാലം പടച്ചവനോട് ഇസ്തിഗ്ഫാർ ചൊല്ലി നടന്നില്ലയോ? വർഷങ്ങളോട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് തൗബ ഇസ്തിഗ്ഫാർ ചൊല്ലി നടന്നില്ലയോ? ആ ഇസ്തിഗ്ഫാറിനെ അല്ലാഹു സ്വീകരിച്ചെന്ന ആ തൗബയെ അല്ലാഹു കബൂലാക്കിയതെന്ന ചരിത്രം പഠിപ്പിക്കുകയാ. അത് മുഹറം 10 മറക്കല്ലേ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട പ്രവാചകനല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നമ്രൂദിന്റെ അതിഭയാനകമായ തീഗോളങ്ങളിൽ നിന്ന് അല്ലാഹു സലാമത്ത് നൽകിയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നത് അത് പരിശുദ്ധമായ മുഹറം 10. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയുടെ കിങ്കരന്മാരുടെ കയ്യിൽ നിന്ന് അല്ലാഹുവേ ചെങ്കടലിൽ വടികൊണ്ട് അടിക്കാൻ വേണ്ടി അല്ലാഹ് പറയുന്നു. ആ അടികൊണ്ട് 2 ഭാഗത്തേക്ക് കടലങ്ങ് മാറി നിൽക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ല പ്രിയപ്പെട്ട അനുയായികൾ അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം അങ്ങ് രക്ഷപ്പെടുകയാ. മൂസാ നബിയുടെ പിറകെയുള്ള ഫറോവയും കൂട്ടരും ആ ചെങ്കടലിന്റെ മധ്യഭാഗത്തെത്തിയപ്പോ ചെങ്കടലെന്ന് കൂടുകയാ. ആ ചെങ്കടലിൽ പെട്ടവരെ മരണപ്പെട്ടു പോയില്ലേ? അവര് നശിച്ചു പോയില്ലേ? അത് എന്നാ പ്രിയപ്പെട്ടവരെ? പരിശുദ്ധമായ മുഹറം 10. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വർഷങ്ങളോളം ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കഴിയേണ്ടി വന്ന പ്രവാചകനാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹു നല്ല സൗന്ദര്യം നൽകിയ നബിയാ, അല്ലാഹു നല്ല മുഞ്ചു നൽകിയ പ്രവാചകനാ. ചെയ്യാത്ത
തെറ്റിന്റെ പേര്, ചെയ്യാത്ത പാപത്തിന്റെ പേര് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വർഷങ്ങളോളമല്ലേ ജയിൽ ജീവിതം അനുഭവിച്ചത്, വർഷങ്ങളോളല്ലേ നിരപരാധിയായി ജയിലിൽ കഴിയേണ്ടി വന്നത്, വർഷങ്ങളോളല്ലേ നാട് കടത്തപ്പെട്ട ഒറ്റപ്പെട്ട ജയിലിലകത്ത് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കഴിയേണ്ടി വന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാതെ പരീക്ഷണം ഏത് രൂപത്തിലാണ് വരുന്നതെന്നറിയില്ല. എങ്ങനെ വന്നാലും മനസ്സ് നമ്മൾ തളരാൻ പാടില്ല. ഒരു സങ്കടത്തിന്റെ പിന്നിൽ ഒരു സന്തോഷം നമുക്ക് ഒളിച്ചിരിക്കുന്നെന്ന് മറക്കല്ലേ. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു സങ്കടത്തിന്റെ പിറകെ, ഒരു സങ്കടത്തിന്റെ പിറകെ, ഒരു കണ്ണീരിന്റെ പിറകെ, ഒരു പ്രയാസത്തിന്റെ പിറകെ, ഒരു നൊമ്പരത്തിന്റെ പിറകെ ഒരു സന്തോഷം ഒളിച്ചിരിക്കുന്നുണ്ട് പെണ്ണുകളെ, ഒരു സന്തോഷം ഒളിച്ചിരിക്കുന്നുണ്ട് ചെറുപ്പക്കാരാ, ഒരു ഹാപ്പി ന്യൂസ് ഒളിച്ചിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, ബാപ്പമാരെ. അതുകൊണ്ടൊരു സങ്കടം വരുമ്പോ തളരണ്ട. മഹാനായ നബിയുള്ളാഹി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വർഷങ്ങളോളമാം നിരപരാധിയാ, ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ്, ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ്, ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് വർഷങ്ങളോളം ജയിലിലടക്കപ്പെട്ടത്. ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, വർഷങ്ങളോളം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ കിടന്നില്ലേ. ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിൽ മോചിതനായത് എന്നാണ്. അത് പരിശുദ്ധമായ മുഹറം 10 മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുഞ്ഞുനാളിൽ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞപ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവിടുത്തെ പ്രിയപ്പെട്ട പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണ് കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടില്ലേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, യൂസുഫ് എന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ കാണാതെയായത് മുതൽ പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് കരഞ്ഞില്ലേ. ആ കരഞ്ഞു കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച പോലെ നഷ്ടപ്പെട്ടു പോയി എന്ന് ചരിത്രം പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ ആ ചരിത്രം എടുത്ത് പറയുന്നുണ്ട്. എന്നാണ് യാക്കൂബ് നബിയുടെ കണ്ണിനെ കാഴ്ച തിരിച്ചു കിട്ടുമെന്നറിയോ? വർഷങ്ങളോളം കാഴ്ചയില്ലാത്ത യാക്കൂബ് നബി എന്ന പ്രവാചകന്റെ കണ്ണിനുള്ള കാഴ്ച തിരിച്ചു നൽകിയത് എന്നാ അത് പരിശുദ്ധമായ മുഹറം 10. അത് പവിത്രമായ മുഹറം 10. അത് പവിത്രമായ മുഹറം 10.